എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോഴും നമ്മളൊരു പുതിയതായിട്ട് ഒരു വാർത്തയും കൂടെ കൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും എല്ലാവരും ഈ വാർത്ത എന്താണെന്നൊന്ന് കേട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് ആ വാർത്തയിലേക്ക് വിശകലനം ചെയ്യാം. നഗരഹൃദയത്തിന് സമീപമാണ് ആറ്റുകാൽ. ആറ്റുകാലിൽ ഈ മദ്രസ വിദ്യാർത്ഥികൾ അവിടെ സ്ഥാപിച്ചിരുന്ന ഒരു ഭാരതാംബയുടെ ഫ്ലെക്സ് ബോർഡുകൾ ഇരുട്ടിന്റെ മറവിൽ കീറിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർച്ചയായി തന്നെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള കാരണം എന്താണ്? ഇത് തുടർച്ചയായി ആവർത്തിക്കപ്പെടുന്നുണ്ടല്ലോ. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഇപ്പോ ആറ്റുകാലിൽ നിന്ന് ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തു വരുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മളെ ഭയപ്പെടുത്തുന്നതും കൂടെയാണ്. തീർച്ചയായും. അതായത് ഭാരതാംബയുടെ ഒരു ചിത്രം, ആ ചിത്രം കാണുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ പഠിച്ചതിന് എന്തെങ്കിലും വിരുദ്ധമായിട്ടാണോ ആ ചിത്രത്തിലുള്ളതെന്ന് നമുക്കറിയില്ല. ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ കാണുമ്പോണ്ടല്ലോ, ഈ നമുക്കറിയാമല്ലോ ചില സ്കൂളുകളിൽ ചില വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക മതത്തിലുള്ള വിദ്യാർത്ഥികൾ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുമ്പോൾ ഇവര് മാത്രം വിളിക്കാം. ഇവര് സൈലന്റ് ആവും. വന്ദേ മാതരം പാടുമ്പോൾ ഇവര് എഴുന്നേൽക്കാറില്ല. ബാക്കിയുള്ളവരെല്ലാം ഭക്തിയാദരവോടുകൂടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇവര് എഴുന്നേൽക്കാറില്ല. അതായത് നമ്മുടെ രാജ്യത്ത് തുടരുന്ന പല നിയമങ്ങളും നമ്മളെ രാജ്യത്തെ നമ്മൾ കാണുന്ന ആ ഒരു സമീപനത്തിലും അവരെ അതിനെ കാണുന്നില്ല എന്നുള്ളതാണ്. അതേസമയം നമ്മൾ ഇവരോട് എന്തെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇവര് പറയും ഇടനെഞ്ചിലാണ് ഭാരതം, മറ്റതാണ് മറിച്ചതാണ്. ഈയിടയ്ക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു, ഞങ്ങൾ സ്വാതന്ത്ര്യം വാങ്ങിയത് എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചു കളയും. എപ്പോഴാണ് രക്തം ചീന്തിയെന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. രക്തം ചീന്തിയിട്ടുണ്ടെങ്കിൽ ചീന്തിയവരെല്ലാം പാകിസ്ഥാൻ മുറിച്ചു മാറ്റിയിട്ട് എൻ്റെ മുന്നേ കൂടപ്പുറപ്പെ രക്തം ചീന്തിയതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ആറ്റുകാല് നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ അതാണ് നമുക്ക് കേൾക്കേണ്ടത്. ആറ്റുകാല് എന്താണ് സംഭവിച്ചത്, എന്താണ് കുത്തിക്കീറിയതെന്നൊക്കെ അറിയണം. ഭാരതാംബയുടെ ചിത്രം കുത്തിക്കീറിയിട്ടുണ്ടെങ്കിൽ അത് വളരെ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തത് തന്നെയാണ്. നമ്മൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യക്ക് ഭാരതം എന്നൊരു പേര് കൂടിയുണ്ട്. അതായിരുന്നു ആദ്യം നിലവിലുണ്ടായിരുന്ന പേര് എന്നുകൂടി നമ്മൾ മറക്കാതിരിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ എല്ലാ മതത്തെയും എല്ലാ സംസ്കാരത്തെയും നമ്മൾ ബഹുമാനിക്കുക തന്നെ വേണം. ആരെയും പ്രത്യേകിച്ച് അപമാനിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പോൾ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭാരതാംബയുടെ ചിത്രം കുത്തിക്കീറിയതിനെ പറ്റി സഹോദരൻ പറയൂ. അതാണ് എനിക്ക് കേൾക്കാൻ താല്പര്യമായിട്ട് ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ആറ്റുകാലിൽ ഫ്ലക്സ് ബോർഡിൽ ഭാരതാംബയുടെ ചിത്രം, ആ ചിത്രം കണ്ട ചില സുന്നി മതപഠന വിദ്യാർത്ഥികൾ അവരുടെ വേഷങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ മതപഠന വിദ്യാർത്ഥികൾ ആ ചിത്രം കുത്തിക്കീറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവര് ആറ്റുകാൽ മണക്കാട് ആ പ്രദേശം കേന്ദ്രീകരിച്ച് മുൻപും ഇത്തരത്തിലുള്ള ഒരു വിഭാഗക്കാരുടെ പ്രശ്നങ്ങളുള്ള മേഖലയാണ്. കാരണം പണ്ട് ISC പോയ നമ്മുടെ പെൺകുട്ടിയുടെ വീട് ആറ്റുകാൽ അമ്പലത്തിന്റെ തൊട്ട് ഫ്രണ്ടിലാണ്. അതാണ് ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിയായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരുടെ എൻ്റെ അപ്പൂപ്പൻ എങ്ങനെയായിരുന്നു, അച്ഛൻ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്ന യാതൊരുവിധ ഹൈന്ദവ മൂല്യങ്ങൾക്ക് യാതൊരുവിധ പ്രാധാന്യവും കൊടുക്കാത്ത ഇതൊക്കെ എന്താണ്, നമ്മളൊക്കെ പുരോഗമന നവോത്ഥാന അങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നപ്പോൾ അവസാനം നമുക്ക് കാണാനായിട്ട് സാധിച്ചു അവരുടെ മകൾ ഒരു ദിവസം IS പോയി നിൽക്കുന്നു, പോരാളിയായി. അതേസമയം എൻ്റെ പൊന്നു സഹോദര, അവരുടെ മകളുടെ കാര്യം എന്തൊക്കെയാവട്ടെ, അവൾ IS പോയി നിന്നിട്ടുണ്ടെങ്കിൽ അവൾ അതിൻ്റെ അവൾ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതല്ല വിഷയം. നമുക്കുള്ള വിഷയം എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഭാരതാംബയുടെ ചിത്രം കുത്തിക്കീറി നശിപ്പിച്ചോ എന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയല്ല, അത് തെറ്റ് തന്നെയാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ള ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മളെല്ലാം ഫോളോ ചെയ്ത് പോയേ പറ്റുള്ളൂ. അതിന് ജാതി മത വ്യത്യാസമൊന്നുമില്ല. അത് ചെയ്യുന്നത് ഒരു ഇസ്ലാം കുട്ടിയാണെങ്കിലും ക്രിസ്ത്യൻ കുട്ടിയാണെങ്കിലും ഇനി ഹിന്ദുക്കൾ തന്നെയാണെങ്കിലും അത് തെറ്റ് തന്നെയാണ്. ആര് ചെയ്താലും തെറ്റൊരിക്കലും ശരിയാവാൻ പോകുന്നില്ല. അപ്പോൾ നിമിഷയുടെയൊക്കെ കാര്യം അവിടെ കിടക്കട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മളൊരു വിഷയത്തിൽ വരുമ്പോൾ ആ ഒരു വിഷയം തന്നെ പറയാനായിട്ട് കൂടുതലും ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മറ്റതൊക്കെ നിങ്ങൾ വേറൊരു സബ്ജക്റ്റായിട്ട് എടുത്തിട്ട് നിങ്ങളത് വേറൊരു വീഡിയോ ചെയ്തോളൂ. പക്ഷേ ഈ ഒരു കാര്യം പറയുമ്പോൾ എന്തിനാണ് അതും ഇതും എല്ലാം കൂടി മിക്സ് ചെയ്യുന്നത്? അതൊക്കെ നമ്മുടെ പ്രവാചകൻ ആട് മേയ്ക്കാനായിട്ട് പോയ സ്ഥലങ്ങളായിരുന്നു. അതൊരു സന്യാസ ചര്യയാണ് എന്നാണ് അവർ പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഈ ശബരിമല അല്ലല്ല അവിടെ പോയി മേയ്ക്കണം.
കാരണം ഞങ്ങളുടെ ആൾ അവിടെയാണ് മേച്ച് നടന്നത്. അപ്പൊ അവിടെ പോയി മേച്ചാലേ ഞങ്ങൾക്ക് എന്ത് കിട്ടത്തുള്ളൂ, ആ ഒരു പുണ്യം കിട്ടത്തുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ ജെറുസലേമിൽ പോയി വാങ്ങിക്കുന്ന ബൈബിളും കേരളത്തിൽ കിട്ടുന്ന ബൈബിളും രണ്ടിനും രണ്ട് പുണ്യമാണ്. അതുപോലെ അവിടെ പോയി നമ്മുടെ പ്രവാചകൻ നടന്ന വഴിയിൽ കൂടെ തന്നെ നടന്ന് ആട് മേയിച്ച് നമുക്ക് സലഫിസം ആ ജീവിതചര്യം ജീവിക്കണം. അതുകൊണ്ടാണ് പിന്നീട് ഈ യുക്തിവാദികളും ഇതൊക്കെ കളിയാക്കി തുടങ്ങിയത് ആട് മേയ്ക്കാൻ പോയത് എന്ന് പറയുന്ന ആ ഒരു സാഹചര്യമുണ്ട്. എന്തിനാ സഹോദര ഇങ്ങനെയൊക്കെ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത്? എന്നാ ചോദിക്കും, നിനക്ക് എന്താടി പെണ്ണുപിള്ള ഇങ്ങനെ പറയുന്നതിന് കുഴപ്പമൊന്നും? എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെവി കൂർപ്പിച്ചിരിക്കുകയാണ് കൂടപ്പറപ്പേ. പക്ഷേ നിങ്ങൾ അതല്ല പറയുന്നത്. നിങ്ങളൊരു കാര്യം തുടങ്ങി വെച്ചിട്ട് നിങ്ങൾ പലതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. എനിക്ക് കേൾക്കേണ്ടത് ആറ്റുകാൽ ക്ഷേത്രത്തിലെ ആ ഒരു സംഭവമാണ് കേൾക്കേണ്ടത്. അത് കേൾക്കാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ ഇങ്ങനെ ചെവിയും കൂർപ്പിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കണ്ണ് നട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ പക്ഷേ നിങ്ങൾ പല വിഷയങ്ങളും പറഞ്ഞുകൊണ്ട് പോകുന്നു. പക്ഷെ നിങ്ങൾ പറയുന്നു ബൈബിള് മേടിക്കാനായിട്ട് കേരളത്തിൽ നിന്നൊരു ബൈബിള് മേടിക്കുന്നത് വേറെ, ജെറുസലേമിൽ പോയിട്ട് ബൈബിള് മേടിക്കുന്നത് സംഭവം പറയുന്നു. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അതിപ്പം നമ്മൾ പറയേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ എന്തോരം അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട് ഇല്ലേ? നമ്മൾ വ്രതവും പിടിക്കേണ്ട, ഒന്നും വേണ്ട, നമുക്ക് എപ്പോൾ വേണേലും പോയി തൊഴുത് പ്രാർത്ഥിക്കാവുന്ന ക്ഷേത്രങ്ങളുണ്ട്, ശാസ്താ ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ അതിനെയെല്ലാം വിട്ടിട്ട് നമ്മൾ നേരെ ശബരിമലയിൽ പോകുന്നില്ലേ? എന്തിനാ പോകുന്നത്? അയ്യപ്പ ക്ഷേത്രങ്ങൾ ധാരാളം ഉണ്ട് ഇവിടെ തന്നെ. ഈ പറയുന്നത് പോലെ തന്നെ ചില അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്, അതായത് ശബരിമലയിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾക്കൊക്കെ പോകാനായിട്ടുള്ള സൗകര്യമുള്ള ശാസ്താ ക്ഷേത്രങ്ങൾ ഇവിടെ അടുത്ത് തന്നെയുണ്ട്, സ്ത്രീകൾ കൂടി പോകാനുള്ള സൗകര്യത്തിന്. പക്ഷേ അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ഇവിടെ തൊട്ടടുത്ത് ഉള്ളപ്പോഴും കുളത്തൂപ്പുഴ അയ്യപ്പ ക്ഷേത്രം ഫേമസ് ആണല്ലോ. ഇതുപോലെയൊക്കെയുള്ള ഒരുപാട് ശാസ്താ ക്ഷേത്രങ്ങളുണ്ട്. ഇത്രയും ക്ഷേത്രങ്ങളുണ്ടായിട്ടും ഈ മണ്ഡലകാല വ്രതം എടുത്ത്, നല്ല രീതിയിൽ വ്രതം എടുത്ത്, ഇഷ്ടംപോലെ പണവും ചിലവാക്കി കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോകുന്നത് എന്തിനാണ്? ഒന്ന് ഓർത്ത് നോക്കൂ. അപ്പോൾ എല്ലാം ഊർജമാണെങ്കിൽ പോലും ആ പൂജകളും അവിടെ നടക്കുന്ന ഇതിലൊക്കെ ആ ഒരു ചൈതന്യത്തിൽ വ്യത്യാസം വരും. മനസ്സിലായല്ലേ? നമ്മുടെ വീട്ടിൽ നമ്മൾ പൂജിക്കുന്ന വിഗ്രഹത്തിന് ഉണ്ടാവുന്ന ആ ഒരു ചൈതന്യമല്ല ക്ഷേത്രത്തിനുള്ളിലിരിക്കുന്നത്. നമ്മൾ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലിരിക്കുന്ന ആ ഒരു വിഗ്രഹത്തിനുള്ള ചൈതന്യമല്ല ശബരിമല, ആറ്റുകാൽ, കൊടുങ്ങല്ലൂർ പോലുള്ള ക്ഷേത്രങ്ങളിലുള്ള വിഗ്രഹത്തിനുള്ള ചൈതന്യം. അതിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അതെന്തുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം? അവിടെയുള്ള വിഗ്രഹങ്ങളിലുള്ള പോസിറ്റീവ് വൈബിൻ്റെ ആ ഒരു വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പരിമിതമായ പൂജകളും വിധികളും മാത്രമാണ് നടക്കുന്നത്. മനസ്സിലാവുന്നില്ലേ? പക്ഷേ ഈ വലിയ വലിയ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പൂജാവിധികൾ എന്ന് പറഞ്ഞാൽ അത്രയും പൂജാവിധികളും അത്രയും ജനലക്ഷങ്ങൾ കാണാനും ചെല്ലുന്നു. അതിലൊരുപാട് വ്യത്യാസമുണ്ട്. ഈ ജനലക്ഷങ്ങൾ കാണാൻ വരുമ്പോൾ അവരുടെയൊക്കെ വായ്മൊഴിയായിട്ട് വരുന്ന പ്രാർത്ഥനകൾ അത് ആ ബിംബത്തിൻ്റെ ശക്തി ചൈതന്യത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാം ദൈവങ്ങളാണെങ്കിലും ഓരോ സ്ഥലത്തിരിക്കുന്ന ദൈവത്തിനും അതിൻ്റേതായിട്ടുള്ള ഊർജത്തിൽ വ്യത്യാസമുണ്ട്. അത് നല്ലൊരു തന്ത്രി, എത്ര ഇതായിട്ട് ഒരു ശിലയാണ് നമ്മുടെ വിധിപ്രകാരം ശിലയിൽ ആണ് കൂടുതലായിട്ട് നമ്മൾ വിഗ്രഹങ്ങൾ കൊത്തി ഉണ്ടാക്കി പൂജിക്കുന്നത്. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ്, പ്ലാവിൻ്റെ നല്ല കാതലിലും അത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ചില ക്ഷേത്രങ്ങളിലൊക്കെ സ്വന്തമായിട്ട് കിളിർത്ത് വരാറുണ്ട്, പുറ്റിൽ ഉണ്ടാവാറുണ്ട്. പുറ്റിൽ സ്വയം മുളച്ച് വരാറുള്ള ദേവീക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട്. മണ്ടയ്ക്കാട്ടൊക്കെ അതുപോലെയുള്ള ക്ഷേത്രമാണ് അല്ലേ? അപ്പോഴെന്താണെന്ന് വെച്ചാൽ ചൈതന്യത്തിൽ വ്യത്യാസം വരുമോ? ചൈതന്യത്തിൽ വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഗുരുവായൂരൊക്കെ പോയി ഇങ്ങനെ ക്യൂ നിന്നൊക്കെ ചോറ്റാനിക്കരയൊക്കെ പോയി ദൈവങ്ങളെ കാണുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ, ഇപ്പോൾ ജെറുസലേമിൽ അവർ ആടിനെ മേയ്ക്കാനോ പൂച്ചയെ മേയ്ക്കാനോ എന്തോ പോയിക്കോട്ടെ, അതിപ്പോൾ നമ്മുടെ വിഷയമല്ലല്ലോ. അതൊക്കെ അവരും അവരുടെ വിശ്വാസങ്ങളുമായിട്ടുള്ള വിഷയമല്ലേ സഹോദരൻ? നമ്മളെന്തിനാണ് മറ്റൊരാളുടെ ബൈബിള് അവരെവിടെ പോയി വേണേലും മേടിക്കട്ടെ? അതിലൊന്നും ഇപ്പോൾ നമ്മൾ കൈകടത്തേണ്ട ഒരു ആവശ്യമില്ല സഹോദര. അത് അവർക്ക് വിട്ടുകൊടുക്ക്. നമുക്ക് എന്തായാലും നമുക്കറിയേണ്ട ഒരു കാര്യമുള്ളൂ, നമുക്ക് ഫ്ലെക്സ് ബോർഡ് കുത്തിക്കേറിയ കാര്യം. അപ്പൊ നിമിഷ ഫാത്തിമ അടക്കം പോയ ഒരു ഇതാണ്. ഇപ്പോ സത്യം പറഞ്ഞാല് ഭാരത മാതാവിന്റെ ചിത്രം ഇവര് കീറിയത് വലിയ രീതിയിലുള്ള വിവാദമായിട്ട് മാറി. RSS കൊണ്ടുവച്ച ഫ്ലക്സ് ആണ് ഇവര് കീറിയത്. അല്ല,
ഫ്ലെക്സ് എന്തോ ആയിക്കൊണ്ട് പോട്ടെ. ഇപ്പൊ RSSകാരെന്ന് പറയുന്നത് ഇതിപ്പോൾ ഫ്ലെക്സ് RSSകാർ വെച്ചാലും കമ്മ്യൂണിസ്റ്റുകാർ വെച്ചാലും കോൺഗ്രസ് വെച്ചാലും ഭാരത മാതാവിൻ്റെ ചിത്രം തന്നെയാണല്ലോ വെച്ചത്. ആ ചിത്രം തന്നെയാണല്ലോ വലിച്ചേറിയത്. അത് ഇനി പിന്നെ ആരാണ് അതിന് ഹിന്ദുക്കൾ കീറിയാലും ക്രിസ്ത്യാനികൾ കീറിയാലും ഇനി ഇസ്ലാമുകൾ കീറിയാലും ആര് കീറിയാലും തെറ്റ് തന്നെയാണ്. ഇവിടെയുള്ള അല്ലല്ല ഇവര് വിദ്വേഷമുള്ള ആൾക്കാരായിക്കൊണ്ട് പോട്ടെ. ഇവര് നാളെ ഇപ്പോ ഒരു RSSകാര് ഇന്ത്യയുടെ ഒരു പതാക അവിടെ കെട്ടിയെന്ന് വെച്ചോ, ഇവരത് കത്തിക്കൂ? ഇവരത് കുത്തിക്കീറാനായിട്ട് നിൽക്കൂ? അതാണ് എന്റെ ചോദ്യം. ചിലപ്പോൾ ഇതെല്ലാം തുടക്കങ്ങളാണല്ലോ. ചിലപ്പോൾ ഇതെല്ലാം തുടക്കങ്ങളാണ്. ശ്രീത്ത് പറഞ്ഞത് വളരെ കറക്റ്റാണ്. എന്തായിരുന്നാലും ഇതിനെതിരെ പ്രതികരണമായിട്ട് PC ജോർജ് അടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. മദ്രസയിൽ പഠിപ്പിക്കുന്നത് ഭീകരവാദമാണ് എന്നാണ് PC ജോർജ് പറഞ്ഞിരിക്കുന്നത്. PC ജോർജ് അറിയാലോ, PC ജോർജ് പണ്ടേ വിവാദ നായകനാണ്. PC ജോർജാണ് ഈ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തെ അങ്ങനെ നമുക്ക് തീർത്തും പറയാനൊന്നും പറ്റില്ല. കാരണം നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന നമ്മളാരും പോയി കേട്ടിട്ടില്ല അല്ലേ? പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ പഠിപ്പിച്ച ഏതെങ്കിലും സ്റ്റുഡൻറ്റ് വന്ന് നമ്മളടുത്ത് പറയണം അവിടെ ഇന്നതൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് പറയണം. അതല്ലെങ്കിൽ അവിടെ പഠിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും അധ്യാപകൻ വന്നിട്ട് പറയണം അവിടെ ഇന്നതൊക്കെയാണ് സംഭവം പഠിപ്പിക്കുന്നതെന്ന് പറയണം. നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകാതിരിക്കുന്നത്. ഞാൻ കേട്ടിട്ടില്ല ഇതുവരെയും മദ്രസയിൽ ഭീകരവാദമാണ് പഠിപ്പിക്കുന്നതെന്നൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ അടുത്തൊരു സ്റ്റുഡൻറ്റും വന്ന് പറഞ്ഞിട്ടില്ല, ഒരു അധ്യാപകരും അവിടെ പഠിപ്പിക്കുന്ന ആളുകൾ ആരും പറഞ്ഞിട്ടില്ല അവിടെ ഇങ്ങനെ ഭീകരവാദമാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. പക്ഷെ നമ്മുടെ ഈ നാട്ടിലൊക്കെ പരിസരത്തൊക്കെ ഒരുപാട് കുട്ടികൾ മദ്രസ പഠിക്കുന്ന, അതായത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മിക്സ് ആണെന്ന് ഇവിടെ താമസിക്കുന്നത് ഏരിയ. അപ്പോഴത്തേക്ക് ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും പോകാറുണ്ട് മദ്രസയിൽ പഠിപ്പിക്കാൻ. പക്ഷേ ഒരു കുട്ടികൾ പോലും ഒരു തെറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഇവിടെയുള്ള കുട്ടികൾ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് കുറേ മുക്കാലെന്നുള്ള സംഭവം പറഞ്ഞിട്ട് കുറേ അലവലാദികളൊക്കെ വരും. അങ്ങനെയുള്ള അലവലാദികൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളെ പഠിപ്പിച്ചതാണ് നിങ്ങൾ കുരച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അവിടെ കിടന്ന് കുരയ്ക്കൂ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി താങ്കൾ കേട്ടിട്ടുണ്ടോ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഭീകരവാദമാണെന്ന്? എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയില്ല. അങ്ങനെ പഠിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു അധ്യാപകരും അങ്ങനെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുമോ? ഒരിക്കലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കേട്ടിട്ടില്ല. SDPI ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹം താമസിക്കുന്നത് ഈ SDPI കൂടിന്റെ നടുക്കാണ്. SDPIയുടെ താവളം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അദ്ദേഹത്തെ ഈസി ആയിട്ട് SDPI അവിടെ തോൽപ്പിച്ചത്. അതായത് അവരുടെ നിലപാടുകളോട് യോജിച്ച് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് SDPI അവരെ എന്ത് ചെയ്തു? അദ്ദേഹത്തെ തോൽപ്പിച്ചു കളഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹം രൂക്ഷ പ്രതികരണങ്ങളുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോ ഈ മതപഠന കേന്ദ്രത്തിനകത്ത് പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഭീകരവാദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുകയാണ്. അതല്ലേ? അപ്പോൾ നമ്മൾ ഈ മദ്രസ ബോർഡിന്റെ ഇനി മുതൽ സർക്കാർ ഫണ്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അറിയാലോ, മദ്രസകൾ അടച്ചുപൂട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മാധ്യമങ്ങൾ മുഴുവൻ ആ വാർത്ത കൊടുത്തത്. എന്നാൽ സത്യം അതല്ല. മദ്രസ ബോർഡുണ്ട്, ആ ബോർഡിന് ഇനി സർക്കാർ ഫണ്ട് അനുവദിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ നോർത്തിലൊക്കെ ഈ വിദ്യാർത്ഥികൾ മദ്രസയിൽ പോയാണ് മതപഠനം നടത്തുന്നത്. മദ്രസയിൽ പോയി അവര് മതപഠനം നടത്തി കഴിഞ്ഞാൽ അവർ ഉന്നത വിദ്യാഭ്യാസം തേടുന്നില്ല. ആ ഉന്നത വിദ്യാഭ്യാസം തേടാത്തത് കൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ഈ സമുദായത്തിലെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം നേടാതെ ഈ മദ്രസ വിദ്യാഭ്യാസം മാത്രം നേടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അത് അനുവദിക്കാൻ സാധിക്കില്ല. എല്ലാവർക്കും പുരോഗതി ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് ആ ബില്ല് കൊണ്ടുവന്നത്, സർക്കാർ കൊണ്ടുവന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ആ ഒരു വിഷയം ഉണ്ടായപ്പോൾ പോലും കേരളത്തിൽ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നതാണ് മദ്രസയ്ക്കകത്ത് പഠിപ്പിക്കുന്നത് സ്നേഹമാണ്, സാഹോദര്യമാണ്, സമചിത്തതയാണ്, എല്ലാവരെയും ഒരുപോലെ കാണാനായിട്ടാണ് പഠിപ്പിക്കുന്നതെന്നാണ്. പക്ഷെ ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇത് സമൂഹത്തിന്റെ ഒരു മതസൗഹാർദ്ദം തന്നെ തകർക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പ്രത്യേകിച്ച് ആ വിദ്യാർത്ഥികളുടെ വേഷം, അവർ മദ്രസയിൽ വരുന്ന അതേ വേഷത്തിലാണ് അവർ വന്നിട്ട് ഈ പ്രവൃത്തി ചെയ്യുന്നത്. അത് വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. അപ്പൊ എനിക്കിതിൽ പറയാനുള്ളത് ആ വിദ്യാർത്ഥികൾ മാപ്പ് പറയണം എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, വിദ്യാർത്ഥികൾ മാപ്പ് പറയണം. നിയമ നടപടി സ്വീകരിക്കുന്നതല്ലേ നല്ലത്? നിയമ നടപടി സ്വീകരിക്കണം, ഒന്നാമത്തെ കാര്യം. നിയമ നടപടി എന്നുള്ളതിലുപരി ഇത് ഞാൻ പറയട്ടെ, നിയമ നടപടി എന്നുള്ളതിലുപരി ആ വിദ്യാർത്ഥികൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. അത് എന്റെ ഇഷ്ടം.
ശരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അറിവില്ലായ്മ കൊണ്ടായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുന്ന. അവർക്കറിയില്ലായിരിക്കും അങ്ങനെ ചെയ്താൽ എത്ര വലിയ തെറ്റാണെന്നുള്ളത്. ചെറിയ മക്കളാണെങ്കിൽ അവർക്കറിയില്ല ചെയ്യുന്നത്. അവർ ചിലപ്പോൾ വെറുതെ ചെയ്തതായിരിക്കും പിള്ളേർ. ഇനി അഥവാ അവർ സീരിയസ് ആയിട്ടാണ് ചെയ്തതെങ്കിൽ പോലും അവർക്ക് അങ്ങനെ ചെയ്താൽ കിട്ടുന്ന ശിക്ഷ എത്രത്തോളം ഭീകരമാണെന്ന് കുട്ടികൾക്ക് അറിയില്ലായിരിക്കും. അതിന് അവർ അങ്ങനെ കുട്ടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അതൊന്ന് പറഞ്ഞ് ബോധവൽക്കരിക്കുക, അത്ര കാര്യമേ ഉള്ളൂ. പിന്നീട് അങ്ങനെ ഒരു തെറ്റ് വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ മാത്രം അവർക്ക് എതിരെ ശിക്ഷ എടുക്കാനോ നടപടി എടുക്കാനോ മാത്രം നിൽക്കേണ്ട കാര്യമേ ഉള്ളൂ. ഇപ്പോൾ അറിവില്ലായ്മയെന്ന് പറഞ്ഞാൽ എത്ര 90 വയസ്സുള്ള കിളവർക്കും ഉണ്ടാവും അറിവില്ലായ്മ, എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ ഈ പറയുന്ന എനിക്ക് അത്ര വേണ്ടത്ത അറിവും കാര്യങ്ങളും വിവരവും ഒന്നും ഉള്ള ആളല്ല ഞാനും. ആരും ഒന്നും തികഞ്ഞവരല്ല. അപ്പോൾ പിള്ളേരൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെതിരെ നടപടി എടുക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അവരെ വിളിക്കുക, അവർക്കൊരു ബോധവൽക്കരണം കൊടുക്കുക. മനസ്സിലായില്ലേ? ഇപ്പം ഹിന്ദുക്കൾ എന്നതിനേക്കാൾ ഉപരി ഭാരതാമ്മയുടെ ചിത്രത്തിന് കൊടുക്കുന്ന ഒരു വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പേര് തന്നെ ഭാരതം എന്നായിരുന്നല്ലോ. ഇന്ത്യയൊക്കെ ആയത് പിന്നീടല്ലേ. അപ്പോൾ ഇന്ത്യ എന്നുള്ള പേരൊക്കെ കിട്ടിയത് പിന്നീടാണ്. ആദ്യം ഭാരതാംബ എന്ന് തന്നെയായിരുന്നു, ഭാരതം എന്ന് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും അതിനിപ്പോൾ വലിയൊരു വിഷയമാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും, അവർക്ക് അത്ര അറിവൊന്നും കാണില്ല, അതുകൊണ്ടായിരിക്കും. പക്ഷേ തെറ്റ് കുട്ടികൾ ചെയ്താലും വലിയൊരു ചെയ്താലും തെറ്റ് തന്നെയാണ്. ഒരു പ്രാവശ്യത്തേക്ക് ആരെന്ത് ചെയ്താലും അവർക്ക് ഇത് ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ചെയ്യുന്ന ഈ ഒരു തെറ്റിനെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. വീണ്ടും തെറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതേക്കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ. അതങ്ങനെ ഇരിക്കും. അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് എന്ന് ചിന്തിക്കാനാണ് ഞാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവർ ചിന്തിക്കുന്നത്. പിന്നെ അവരുടെ സാമൂഹിക സാഹചര്യം, മദ്രസ പഠനം, ഇതെല്ലാം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരെങ്ങനെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവർക്കതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാവണം എന്നില്ല സ്വാഭാവികമായിട്ടും. അല്ലെങ്കിൽ അത്രയും വലിയ വിദ്വേഷം മനസ്സിൽ പേറുന്ന ആൾക്കാരായിരിക്കണം. ഈ സക്കീർ നായികിനെയൊക്കെ അറിയാമല്ലോ, അതുപോലെയൊക്കെ ആയിരിക്കണം. ഇത് അങ്ങനെ ചെയ്തതാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവരെ കൊണ്ട് മാപ്പ് പറയിക്കുക, ബേസിക്കലി അതാണ് ചെയ്യാൻ പറ്റുന്നത്. അതേ ഭാരതാംബയുടെ ചിത്രം അവിടെ വയ്ക്കുക, അത് അവരെ കൊണ്ട് തന്നെ വയ്പ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഇല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം, എങ്കിൽ അതിനവർ തയ്യാറാവുകയാണെങ്കിൽ ഒരു ഇലയ്ക്കും പുള്ളിനും കേടില്ലാതെ ഈ പ്രശ്നങ്ങളൊന്നും ചെയ്യും. പക്ഷേ അവരതിന് തയ്യാറാവുന്നില്ലെങ്കിൽ കേസുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സംഘടനകൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇങ്ങനെ വിദ്യാർത്ഥികളാണ്, അവരെന്തായാലും പുറത്തു നിന്നുള്ളവരായിരിക്കും, തിരുവനന്തപുരം ജില്ലക്കാരായിരിക്കും. തിരുവനന്തപുരത്തുള്ളവരാണോ അല്ലേ എന്നുള്ള വിവരങ്ങളൊന്നും ഇപ്പൊ പുറത്ത് വന്നിട്ടില്ല. പൊതുവെ തിരുവനന്തപുരം ജില്ല ഒരു സമാധാനപരമായിട്ടുള്ള ഒരു മേഖലയാണ്. തിരുവനന്തപുരം ജില്ലയെ സമാധാനപരമെന്ന് പറയില്ല. ഇവിടെ ഗുണ്ടാ വിളയാട്ടത്തിൽ നിന്നും ഒരു കുറവുമില്ലാത്ത ജില്ലയാണ്, അറിയാലോ. ഗുണ്ടകൾ കയ്യും കാലും വെട്ടി തോട്ടിലിറങ്ങിക്കൊണ്ടാണ് പോകുന്നത്. അതായത് ബൈക്കിൽ ഒരുത്തം പോകുമ്പോൾ അവന്റെ കയ്യിലൊരു വെട്ടിയെടുത്ത കയ്യോ കാലോ കാണും, അവ പാർവതി മുത്തഞ്ഞാലിലോട്ട് എറിഞ്ഞിട്ടാവും പോകും. എത്ര ആൾക്കാരെയാണ് ഈ ഗുണ്ടകൾ ഇവിടെ ആക്രമണം ചെയ്യുന്നറിയാം. ശംഖുമുഖത്ത് നിന്ന് ഈയിടയ്ക്ക് ഒരു വീഡിയോ ഉണ്ടെന്ന് കണ്ടായിരുന്നു. ഒരു ഗുണ്ടയാണെങ്കിൽ വേറൊരു ഗുണ്ടയുടെ കാല് പിടിപ്പിക്കുന്ന വീഡിയോ. ഗുണ്ടാപ്പക ഏറ്റവും കൂടുതലുള്ള ഒരു നഗരമാണ് തിരുവനന്തപുരം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സമാധാനം എന്നൊന്നും പറയാം, വേണമെങ്കിൽ ഒരു മതസൗഹാർദ്ദം എന്ന് വേണമെങ്കിൽ പറയാം, അതാണ് ഉദ്ദേശിച്ചത്. സമാധാനവും ദേവി അല്ല, പൊതുവെ കുറച്ച് ഗവൺമെന്റ് ജോലിക്കാരുള്ള നമ്മളെ തിരുവനന്തപുരത്ത് കൂടുതലും അക്കാഡമിക് ബേസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ, അക്കാഡമി പഠനം അത് ഇതൊക്കെ ബേസ്, സർക്കാർ ജോലി എന്നൊക്കെയുള്ള ആൾക്കാരൊക്കെ അലഞ്ഞു തിരിയുന്ന നഗരം തിരുവനന്തപുരമാണ്. അവര് വന്നാൽ പിന്നെ തിരിച്ചു പോകണം, അതായത് ഇവിടെ തന്നെ അങ്ങനെയൊന്നും. എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോ എന്ന് വെച്ചാൽ, നിങ്ങൾ പറഞ്ഞത് ഭാരതാംബയുടെ ചിത്രം പിള്ളേർ കീറി മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് കീറിയെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ എനിക്ക് ദഹിക്കാത്തൊരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ പറയുമ്പോൾ ഞാൻ ജിഹാദികളുടെ മുക്കാലെന്നും ഇടക്കാലെന്നൊക്കെ പറയാനായിട്ട് ആളുകൾ വരും. പക്ഷേ നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ പറയാനുള്ള കാര്യം അത് ആരെക്കുറിച്ചായാലും ചോദിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ RSSകാർ വച്ച ഒരു ഭാരതാംബയുടെ ചിത്രം ഈ പറയുന്ന ഈ വിഭാഗത്തിലുള്ള കുട്ടികളെ വന്നിട്ട് കുത്തിക്കീറി നശിപ്പിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റ് തന്നെയാണ്, വളരെ ഗുരുതരമായിട്ടുള്ളൊരു തെറ്റ് തന്നെയാണ്. എത്രയാണെങ്കിലും ഇങ്ങനെ ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന കുട്ടികൾ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളൊന്നും ആയിരിക്കില്ലല്ലോ. അതിന് മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് എന്തായാലും അറിയാൻ പറ്റും. പിന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരു ഫ്ലെക്സ് ഇപ്പോൾ കീറി കളയേണ്ട കാര്യമൊന്നും ആർക്കും ഇല്ല. പക്ഷേ
അതൊക്കെ ഓക്കെയാണ് നിങ്ങൾ പറഞ്ഞ കാര്യം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ റോഡ് സൈഡിനൊക്കെ എന്തോരം ഫ്ലെക്സുകളാണുള്ളത്. ജ്വല്ലറികളുടെ ആയാലും മറ്റു പലതിൻ്റെയും പരസ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഫ്ലെക്സുകൾ എന്തോരം ഉണ്ട്. അതൊന്നും ആർക്കും കുത്തിക്കീറാനായിട്ട് തോന്നുന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഫ്ലെക്സ് അവർ വന്ന് കുത്തിക്കീറിയിട്ടുണ്ടെങ്കിൽ അത് മഹാ തെറ്റ് തന്നെയാണ്. പക്ഷേ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. എനിക്കൊരു ചോദ്യമുണ്ട് ചോദിക്കാനായിട്ട്. ശരിയാണ്, ഈ കുട്ടികൾ ഇങ്ങനെ ഫ്ലെക്സ് കുത്തിക്കീറിയെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. എന്ത് തെളിവാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ ഈ വീഡിയോ ഇട്ടതിനകത്ത് ഇന്നത്തെ കാലത്ത് റോഡ് സൈഡിൽ എല്ലായിടത്തും, പ്രത്യേകിച്ചും ആറ്റുകാൽ ക്ഷേത്ര പരിസരം പോലുള്ള ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് CCTV ഉള്ളൊരു സംഭവമാണ്. നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് ഇവിടെ അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾ അതിൻ്റെ CCTV ദൃശ്യങ്ങൾ കാണിക്കണമായിരുന്നു. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ജാതി ഭേദ മതം ഒന്നുമില്ലാതെ ഞാൻ പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ CCTV ദൃശ്യങ്ങൾ വച്ചിട്ടില്ല? അതുകൂടി വെച്ചിട്ടായിരിക്കണമായിരുന്നു നിങ്ങളിത് പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ പറയുന്ന ഈ ഒരു ന്യൂസിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടാവത്തുള്ളായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുന്ന ഈ ന്യൂസ് സത്യസന്ധമാണെന്ന് വിശ്വസിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നിങ്ങൾ അതിനകത്ത് ഈ ഒരു വാർത്ത, ഒരുപക്ഷെ നിങ്ങളൊരു വാർത്ത കേട്ടുടനെ അത് കൊണ്ടുവന്ന് പടച്ചിറക്കുന്നതിനേക്കാളും, അത് നിങ്ങളെപ്പോലുള്ള വലിയ വലിയ ചാനലുകാർ കൊണ്ടുവന്ന് പടച്ചിറക്കുന്നതിനേക്കാളും നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ, അതും മറ്റൊരു മതത്തിനെതിരെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ CCTV ഫുട്ടേജെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കണമായിരുന്നു. കേട്ടോ? അപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ച തന്നെയല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള വീഴ്ചകൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനിയെങ്കിലും ഉണ്ടാവാതിരിക്കുക. ഞാനിങ്ങനെ നിങ്ങളുടെ ആ ഒരു വീഡിയോ ഫുള്ള് കണ്ടതാണ്. അത് കണ്ടതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കണ്ടൻറ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അതിനകത്ത് ആ ഒരു CCTV ഫുട്ടേജ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ കണ്ടത്. പക്ഷെ അങ്ങനെയുള്ള ഒന്നുമില്ല അതിനകത്ത്. അപ്പോൾ അങ്ങനെ ഇല്ലാതെ ഒരാൾ വെറുതെ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നിങ്ങൾ പറഞ്ഞ സംഭവം ഒരുപക്ഷെ നടന്നതായിരിക്കും, പക്ഷെ നിങ്ങളത് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് CCTV ഫുട്ടേജ് ഉണ്ടാവണമായിരുന്നു, CCTV രംഗങ്ങൾ കാണിക്കണമായിരുന്നു. അതാണ് ഞാൻ പറയുന്നത്. എന്നാൽ മാത്രമല്ലേ അത് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ഈ പറയുന്ന തരത്തിലുള്ള കുട്ടികളാണോ അത് ചെയ്തതെന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വേണ്ടേ? അതാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആർക്കും എന്നോടൊരു വിരോധവും തോന്നണ്ട. എനിക്ക് തോന്നിയ കാര്യം ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു, അത്രയേ ഉള്ളൂ.